ഇത് അദ്ദുആ വൽ ഇബാദ. ആരാ? കെ എം മൗലവി റഹിമഹുല്ലാ. കെ എം മൗലവി റഹിമഹുല്ലക്ക് പരിചയമില്ലാത്ത KJU ഇല്ലല്ലോ. കെ എം മൗലവി റഹിമഹുല്ലക്ക് തലമുതിർന്ന സമസ്ത മുസ്ലിയാക്കന്മാരെ പരിചയമുണ്ട്. അവരുമായി പടവെട്ടിയ മഹാപണ്ഡിതനാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ടോ? ഇല്ലല്ലോ. ശരി, ഈ പുസ്തകത്തിന്റെ 39-ാമത്തെ പേജ് 946 അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകമാണ്. കേട്ടോളി, ഒറിജിനലാട്ടോ. ഏത്? സമസ്തയും മുജാഹിദും തമ്മിലുള്ള ഒറിജിനൽ പ്രശ്നമാണ്. അവിടെ പ്രാർത്ഥന പറയണം. കേട്ടോളി, മരണപ്പെട്ടവർ കേൾക്കുമോ കേൾക്കുകയില്ലേ എന്ന സംഗതിയിൽ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രം ഖുദ്റത്തിലുള്ളതും അവൻ്റെ ദിവ്യമായ അധികാര ശക്തി കൊണ്ട് അദൃശ്യങ്ങളായ മാർഗങ്ങളിലൂടെ അവൻ നടത്തുന്നതും. കേൾക്കുക, സൃഷ്ടികളുടെ സാധാരണയായ ഇത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള കളിയല്ല, അഭൗതിക മാർഗേണയുള്ള കളിയല്ല, സാധിക്കാത്ത വഴിയിലൂടെയുള്ള കളിയല്ല. സാധാരണയായ ശക്തിക്കപ്പുറമുള്ളതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചെയ്യുന്ന പ്രാർത്ഥന അല്ലാഹു തആലയോട് ചെയ്യുവാൻ പാടുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗുണമോ ദോഷമോ ചെയ്യുവാനുള്ള കഴിവ് അവൻ്റെ ഖാസായ സിഫത്താകുന്നു, അള്ളാഹിൻ്റെ പ്രത്യേക വിശേഷണം. മാത്രമല്ല ആ വക കാര്യങ്ങളെ സംബന്ധിച്ച് മുഹീത്തായ അഥവാ മുഴുവൻ ഉൾപ്പെടുത്തിയ അറിവും അവന് മാത്രമേ ഉള്ളൂ. ഇനി കേൾക്കുക, സൃഷ്ടികളിൽ ആർക്കും തന്നെ ആ വക അറിവോ കഴിവോ ഇല്ല. പ്രാർത്ഥനയുടെ കാര്യത്തിൽ സൃഷ്ടികളിൽ ഒരാൾക്കും ഇടപെടാൻ കഴിയില്ല. ജിന്നിന് കഴിയില്ല, മലക്കിന് കഴിയില്ല, മനുഷ്യന് കഴിയില്ല, ഒരു സൃഷ്ടിക്കും കഴിയില്ല. ഇതാണ് ഇവിടെ പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടത്. ഇനി കേട്ടോളി, അല്ലാഹു തആല ഏതെങ്കിലും ഒരു കാര്യത്തിൽ അറിവോ കഴിവോ കൊടുക്കുവാൻ ഉദ്ദേശിച്ചാൽ അതിൽ അവന് അറിവും കഴിവും കൊടുക്കും എന്നേ ഉള്ളൂ. അതിനാൽ അടിവരയിട്ടോളൂ, KJU സെക്രട്ടറി KJUവിൻ്റെ പുസ്തകത്തിൽ നിന്ന് KJUവിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതൻ എഴുതിയത് അതാണ് വായിക്കുന്നത്. കേട്ടോളി, അതിനാൽ ജീവിച്ചിരിക്കുന്ന മലക്കുകൾ, ഈസാ നബി, ജിന്നുകൾ എന്നിവരോടാകട്ടെ, മരണപ്പെട്ടു പോയ മഹാത്മാക്കളോടാകട്ടെ, സൃഷ്ടികളിൽ ആരോടായാലും ഇങ്ങനെയുള്ള പ്രാർത്ഥന ദുആ ചെയ്യുവാൻ പാടില്ല. ഈ വിധത്തിലുള്ള പ്രാർത്ഥന സൃഷ്ടികളിൽ ആരോട് ചെയ്യുന്നതും ശിർക്കാകുന്നു. ഈ കാര്യത്തിൽ മരണപ്പെട്ടവരും അല്ലാത്തവരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഇത് വായിച്ചിട്ട്, അൽ ഇസ്ലാഹ് വായിച്ചിട്ട്, ഈ വരികൾ വെച്ചുകൊണ്ട്, KM മൗലവി റഹിമഹുള്ളയുടെ ഈ വരികൾ വെച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ആ നുണ ഇസ്ലാഹ് മാസികയിൽ നിന്ന് തെളിയിക്കാൻ KJU സെക്രട്ടറി നിങ്ങൾക്ക് ആദർശബോധവും ധൈര്യവും ഉണ്ടെങ്കിൽ നിങ്ങൾ തയ്യാറാകണം.